ദേ ദേ ഇത് നോക്കിയേ. ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഈ വൈറൽ സാൻഡ്വിച്ചിന്റെ പുറകിലാണല്ലോ, വാട്ടർമെലൺ വൈറൽ സാൻഡ്വിച്ച്. അപ്പൊ നമ്മളും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടിട്ട് എനിക്ക് അങ്ങനെ കൊതിയൊന്നും വന്നില്ല, പക്ഷെ കഴിക്കണ എല്ലാ ആൾക്കാരും അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് സൂപ്പർ ആണെങ്കിൽ ഈ സമ്മർ വെക്കേഷന് മിക്കപ്പോഴും ലച്ചുവിന് ഇതായിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോണത്. എല്ലാവരും റെഡ് കളർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മളിത് യെല്ലോയും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പെട്ടെന്ന് തന്നെ തീരും സാൻഡ്വിച്ച് ഉണ്ടാക്കി. അപ്പൊ ഈ റെഡ് വാട്ടർമെലൻ എന്ന് പറഞ്ഞ ഒരു പുതിയ വെറൈറ്റി വാട്ടർമെലൻ ആണ്. ഇതിന്റെ പേരാണ് ജന്നത്ത് മെലൻ എന്നാണ്. ഇത് തോട് കണ്ട വേറൊരു ടൈപ്പാണ്, കണ്ടില്ലേ? സാധാരണ ഉണ്ടല്ലേ ചേട്ടാ, വേറെ ഇതെന്താ? ഇത് എല്ലാ കടകളിലും എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ മോഡല്. ഇത് പണ്ട് ഉണ്ട്, പക്ഷെ ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. പണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞല്ലോ കണ്ടോ. ഇതിന്റെ പേരാണ് ജന്നത്ത് മെലൻ. ജന്നത്ത് മെലൻ. ഭയങ്കര, ഞാൻ ചോദിച്ചു ഇതിലേതാ മധുരമുള്ളത്. ഇത് മധുരമുള്ളതെന്ന് അവര് പറഞ്ഞു. ഇനി വിൽക്കാൻ വേണ്ടി പറഞ്ഞാണോ ഇതിന് ടെസ്റ്റ് ചെയ്യണം. അത് ഫാമിംഗ്ടൺ നിന്നല്ലേ? എന്റെ മൈക്ക് ഓൺ ആണ്. ഫാമിംഗ്ടൺ നിന്നല്ലേ? ഇതെങ്ങനെ മുറിക്കണേന്ന് പറയട്ടെടി. ചെയ്തിട്ടും കട്ട് ചെയ്യുന്ന ഞാനാ ഇങ്ങനെ മുറിക്കേ. ഞങ്ങൾ കൊറേ പാത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓ എന്റെ കണ്ണിട്ട് ഇങ്ങനെയല്ലേ പിടിച്ചേക്കാം കണ്ണു. അങ്ങനെയല്ല, ഇതെന്തിനാ അങ്ങനെ വിളിക്കാതെ? കവർ കളയണ്ടേ? കവർ ഇങ്ങനെ വലിച്ചാൽ പോരെ. ഓ എല്ലാത്തിനും കംപ്ലൈന്റ്. കണ്ടില്ലേ? ഇതാണ് ജന്നത്ത് മെലൻ. ഇതില് കറക്റ്റ് വെച്ചിട്ട് മുറിക്കേ. എന്റെ കൈ മുറിക്കല്ല കേട്ടാ. സെയ്തണ്ണാണ് ഇവിടെ കട്ടിങ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ എക്സ്പേർട്ട്. അയ്യോ നടുക്കൊരു ഹോള്. ഞാൻ മുറിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇത് കണ്ടപ്പോ മുറിച്ച് വെച്ചേക്കണത്. ഇനി ഇത് ചെറിയ സാൻഡ്വിച്ചിന് എടുക്കാം. നോക്കട്ടെ അവിടെ വെച്ച്. നല്ല ആളാണ്. എന്നാ ലച്ചു ഇത് വേണമെങ്കിൽ മോൻ പറ്റുമെങ്കിൽ റൗണ്ട് ചെയ്ത് ഇതാക്കും. അമ്മ എന്താണ് ഞാൻ കട്ട് ചെയ്തത്? കുഴപ്പമില്ല, മാറി ഇവിടെ കൊണ്ടാ. ഇവിടെ സ്ക്വയർ ആക്കണ്ട, അതിന് കംപ്ലൈന്റ്. ഊട്ട വന്നത് കുഴപ്പമില്ല. നോക്കട്ടെ ഇത് മധുരം ഉണ്ടാ നോക്കട്ടെ. ഇനി ഇവിടെ ഒക്കെ ഒന്ന് കൊളാവും കൂട്ടാ. എന്റെ ദൈവമേ, ഇതെന്താ തേന? ഓ അടിപൊളിട്ടോ. ഞാൻ അവരങ്ങനെ പറ്റിക്കൂല, നമ്മളറിയാം അവർക്ക്. ഓ ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കണതിന് പകരം വെറുതെ കഴിക്കാല്ല. തേനൊന്നും ഒഴിക്കേണ്ട ഒരു കാര്യമില്ല. സൂപ്പറാ. ചെയ്തിട്ട് ഇത് റൗണ്ട് ആക്കണ്ടേ ചേട്ടാ? സ്ക്വയർ ആക്കും. പാളി പോവോ? പാളി എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാൽ പോലെ. ചെറിയ സാൻഡ്വിച്ച് ഉണ്ടാക്കും. കട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടും കട്ട് ചെയ്തോ? ഇങ്ങനെ ചെറുതാക്കാതാണല്ലോ ബൈറ്റ് സൈഡ് സാൻഡ്വിച്ച്. ഇതങ്ങനെ പറ്റണില്ല കേട്ടോ സ്ക്വയറായിട്ട്. അതൊക്കെ വേണം. കറക്റ്റ് റൗണ്ട് ആയിട്ട് മുറിഞ്ഞു കിട്ടണില്ലല്ലേ, പൊടിഞ്ഞുമാണ്. മധുരമൊക്കെ ഉണ്ടെങ്കിലേ ഓക്കെ. ഇത് ഒരെണ്ണം കട്ട് ചെയ്യണോ? അല്ലാതെ പറ്റൂല. ഇത് കുഞ്ഞത് ഇതാ ചീസിൽ വെച്ചിട്ടേ. പിന്നെ അതെ ഇത് രണ്ടും ഇങ്ങനത്തെ ഷേപ്പ്. ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദ്യം ചെയ്യണതിന് മുന്നേ ചൂടകറ്റാൻ. ഇങ്ങനെ അകറ്റി ഒന്നും ഉണ്ടാവൂല കേട്ടാ. ഞാനിങ്ങനെ ഇതൊന്നും കൂടി ഇങ്ങനെ മുറിക്കട്ടെ. ഞാൻ അതിനാട് ആ പ്ലേറ്റ് എടുത്തിട്ടുണ്ടോന്ന് അവൾ അതിലൊക്കെ ശരിയാക്കി. വേണ്ട ഇതൊക്കെ ആദ്യം കഴുകി പ്ലേറ്റ് ഒക്കെ. പകുതിയായി. കീറിപ്പോവാന്ന് എന്റെ പേര്. അധികം അതിന്റെ വൈറ്റ് പാട്ട് എടുക്കണ്ട. വേണ്ട, ഇത് ഇങ്ങനെ തന്നെ മുറിച്ചാൽ മതി.
എന്തായി എല്ലാരും പരീക്ഷയ്ക്കൊക്കെ പഠിച്ച? നീ കഴിച്ചോ? വേറെ ടേസ്റ്റ് മധുരമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. മിക്കപ്പോഴും നമ്മൾ കുമ്പട്ടി വാങ്ങുമ്പോ എപ്പോഴും അല്ല ചേട്ടാ ഒരെണ്ണം പോലും നമുക്ക് നല്ലത് കിട്ടാറുണ്ടാവില്ല. വലിയതൊക്കെ നോക്കി മേടിക്കും. കിളികൾക്ക് വെച്ചു കൊടുക്കത്. ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെക്കാം. ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ. അത് വെച്ച് തുടക്കല്ലേ. ഇനി കട്ടിംഗ് ബോർഡ് വേണ്ടല്ല. പിന്നെ എന്തെങ്കിലും അസംബിൾ ചെയ്യും. ചീസ് ചിലപ്പോ കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ കട്ടിംഗ് ബോർഡ് തരാം. മാർക്കറ്റ് എവിടെ നമ്മുടെ ചീസ്? എല്ലാം തരാനൊന്നും പറ്റുമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വെക്കുമ്പോ കഴിച്ചോ. എടി മൊത്തം എത്ര ഇതുണ്ട്? മൊത്തം 1 7. പിന്നെ ഇത് കുഞ്ഞ് റൗണ്ട്. വേണമെന്നില്ല. അത് വെച്ച് കഴിച്ചോട്ടെ. അതിപ്പൊ കഴിക്കണ്ട. ഇതൊക്കെ കൂട്ടിട്ട് കഴിക്കാം കൊച്ചിന്. പൊടിഞ്ഞു പോണടാ. അല്ലെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. വെച്ച് കട്ട് ചെയ്താ. പക്ഷെ ഇത് പൊട്ടിപ്പോണു. നീ ചെയ്തോ? ചെയ്തരം ചെയ്യും. ഇതിലൊരു കുഞ്ഞത് മുറിച്ച് വെക്ക. ഈ കിളികൾ എന്ത് കരച്ചിലാണ്. അതിങ്ങള് കരയട്ടെ. എനിക്ക് ഇതാണ് കറക്റ്റ് ഇഷ്ടപ്പെട്ടത്. കറക്റ്റ് സാൻഡ്വിച്ച്. ഇതെന്താ ഇങ്ങനെ വൈറലാവാൻ കാരണം എന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. കാരണം എന്താന്ന് വെച്ചാ നമ്മളെ ബ്രെഡിന്റെ ഇടയിൽ ഇതിൽ എന്തായിരിക്കും ടേസ്റ്റ്? എന്താ ഇത്? വെറുതെ ചിലപ്പോ ഒരു ട്രെൻഡ് പോലെ വന്നതായിരിക്കും ചെയ്തോട്ടാ. ഇതില് ഇത് വെക്കണോ? ബേസിൽ ലീഫ് വെക്കണോ? അയ്യോ ശരിയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ പോണം. നിക്ക് ഞാനിതൊന്ന് വെക്കട്ടെ. എനിക്ക് ബേസിൽ ലീഫും കൂടി വെക്കാം അല്ലേ? ഒരെണ്ണം വെച്ചാ മതി. ഭയങ്കര അധികമായി പോകും. ഓക്കെ. ഇപ്പൊ പറ്റില്ല. ഇനി അടുത്തത് എടുക്കാം. കുഴപ്പമില്ല. നല്ലൊരു പ്ലേറ്റിൽ വെച്ച് ചെയ്യണമായിരുന്നു ശരിക്കും പറഞ്ഞു. വേണ്ട. ഇത് കുഴപ്പമൊന്നുമില്ല. ക്രീം ഇടുന്നുണ്ട്. ഇനി നമുക്ക് എന്തിലും ഇതിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. ആ ലീഫ് കാണുന്ന രീതിയിൽ വെക്ക. ഈ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഓണാക്കി സൗണ്ട്. അതെ. പിന്നെ കട്ട് ചെയ്തതാ. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു സാൻഡ്വിച്ച്. ഈ പരിസരത്ത് കാണരുത് കേട്ടാ. ഉണ്ടാകുമല്ലോ. നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാലോ? പോയത് ഇങ്ങനെ കഴിക്കണം. അപ്പൊ തന്നെ വേഗം ആവട്ടെ. 2 വാട്ടർമെലനും നമുക്ക് കിട്ടിയ നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കറുകപ്പള്ളിയിലെ ഫാമിംഗ് ടണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മധുരമായിട്ടുള്ള നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് നമുക്ക് മേടിക്കാം. നമ്മളിപ്പോഴും കുമ്പട്ടി വാങ്ങുമ്പോ നമുക്ക് ഇപ്പൊ ഒരു പ്രശ്നം പറ്റാറുണ്ടല്ലേ ചേട്ടാ? ഇനി ഞങ്ങൾക്ക് പാളില്ല. ഇതെന്താ? നമ്മൾ എന്ത് കുക്കിംഗ് വീഡിയോ ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും ഒരുപാട് സമയം എടുക്കും. ഇതൊക്കെ നമ്മൾ വീഡിയോ ഇല്ലാതെ ചെയ്താൽ അപ്പഴവിടെ 5 മിനിറ്റ് പോലും വേണ്ട. ഓടിയൊന്ന്
മിന്റ് ലീഫ് ഫ്രഷ് ആണ്. ഇത് ലൈറ്റ് പോകുന്നുണ്ടല്ലോ ഈ ഫോണിന്റെ. അത് ഇങ്ങനെ കളറ് അടിപൊളി. ഇതിന്റെ ടേസ്റ്റും കൂടി നോക്കണം. അത് ഒരു ദിവസം ഇതും കൂടെ തന്നെ. അപ്പൊ അതേ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും സാൻഡ്വിച്ച് അല്ല, വൈറൽ വാട്ടർമെലൺ സാൻഡ്വിച്ച്. നമുക്ക് ടേസ്റ്റ് നോക്കിയാൽ എല്ലാരും സൂപ്പറാന്നാ പറയാറ് കേട്ടാ. ഇത് ചെയ്തിട്ടാൽ ഒരു യെല്ലോയും ഒരു റെഡും ആണ് വെച്ചാൽ ഞാനൊരു കുഞ്ഞു സാൻഡ്വിച്ചാണ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത്. കാരണം വയറേ നിറഞ്ഞു. അപ്പോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വെച്ച് കഴിക്കണം ഇതിലിട്ട്. ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഒന്നും മിണ്ടണില്ല. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചോട്ടെ. നീ അതാ കഴിക്കാൻ പോണേ? ഞാൻ ഇത് അത് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നോട്ടം ചെയ്ത് വെച്ചേക്കണല്ലോ. അപ്പൊ യെസ് കഴിച്ചോ. കഴിക്കട്ടെ? കഴിച്ചോ. അയ്യോ ഞാൻ കഴിക്കട്ടെ. ഇത് ഇതായി പോണ്. എന്നിട്ട് എടുക്കാം. ചീസിന്റെ ഒരു ബൈറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കറക്റ്റ് വാട്ടർമെലൻ, വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ ബേസിൽ ലീഫും നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല മിന്റ് ലീഫ്. ഞാൻ മിന്റ് ലീഫ് കഴിച്ചിട്ടില്ല. എന്റെ ചീസ് ഇതായി പോയി. അപ്പൊ ഞാൻ താഴെ ഇട്ട് ഒരു സെക്കൻഡ്. അതെ, ഇതൊന്ന് കട്ട് ചെയ്യട്ടെ നടുക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾ ഇത്രയും കഴിക്കൂല. ഓനെയാണത് കുഞ്ഞിതാണോ വേണ്ടത്? ഇഷ്ടപ്പെട്ട എന്നാ മോനെ. എനിക്കടി അങ്ങനെ വൈറലാവാൻ ഇതിനെങ്ങനെ സാധിച്ചു എന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. പക്ഷെ ഒരു ചെറിയൊരു മൈൽഡ് ക്രീമി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ചീസ് ബ്രെഡിൽ വെക്കണതിന്റെ അത്ര എഫക്ട് ഒരു വലിയ ചീസില്ലേ ഇത്തിരി കട്ടിയുള്ള അത് മേടിച്ചാലോ? കോട്ടൺ ചീസ്. ഇത് പിന്നെ കൊള്ളാം. എനിക്ക് റെഡ് മാത്രം ഇഷ്ടപ്പെട്ട, യെല്ലോ ഫുള്ളില്ല. ഇതിന്റെ അകത്ത് 2 ലെയർ ചീസ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് അതായിരിക്കും കുറച്ച് കട്ടിക്ക് ചീസ് വെച്ചാൽ. അത് ഞാൻ കഴിച്ചു. പിന്നെ ബേസിൽ ലീഫ് എപ്പോഴും അത് തന്നെ. മിന്റ് ലീഫ് അടിപൊളിയായിട്ടുണ്ട് എന്റെ കൂടെ കഴിക്കാൻ. എനിക്ക് അത്ര വലിയ ഇത് തോന്നുന്നില്ല. വേണമെങ്കിൽ ആരും ട്രൈ ചെയ്യണമെന്നില്ല. പിന്നെ അത് ടേസ്റ്റ് എന്താണാവോ എന്ന് അറിയാനായിട്ട് വേണമെങ്കിൽ ചെയ്യാന്നുള്ളൂ കേട്ടാ. പിന്നെ മറ്റേ സാൻഡ്വിച്ചിന് അല്ല വാട്ടർമെലനെ കുറച്ചൊന്നും മൈൽഡ് ആക്കുന്നുണ്ട്. അതർവൈസ് കുറച്ച് റിച്ച് ചീസ് വെക്കണമായിരിക്കും. എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. ഓക്കെ കൊള്ളൂലൊന്നുമില്ല അല്ലെ. ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയാനായിട്ട് ഇല്ല. ഇനി അടുത്തൊരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കുമെന്ന് വെച്ചാ ഇല്ല. അത്രേ പറയാനുള്ളത്. ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു വൈറലിന്റെ പുറകെ പോവുകയാണെങ്കിൽ, ട്രെൻഡിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതായത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന്റെ എഫക്റ്റീവിലുള്ള ഒരു ടേസ്റ്റ് ഇതിന്റെ അകത്തില്ല. സത്യം. മനസ്സിലായ? അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അച്ചപ്പം കൂടി വെച്ചങ്ങോട്ട് കഴിച്ച എങ്ങനെ ഉണ്ടാവും? എടുത്തുണ്ടോ? നന്നാറ് വെച്ചിട്ട് നീ കൊറേ നേരം ആയാലോ. ഇത് ഒരു ചെറിയൊരു പീസ് കഴിച്ചോ. നോക്കട്ടെ, ഇവള് കൊറേ നേരം ടേബിളിലാക്കി. ഇല്ല, എനിക്ക് ചെറിയ പീസ് എടുക്കുക ചേട്ടാ. പിടി. ഈ ഒരു സർബത്ത് ഇവിടെ വാങ്ങി വെച്ചപ്പോ തൊട്ട് മിൽക്ക് സർബത്ത്, അല്ലാത്ത സർബത്ത്, വെറും സർബത്ത് മൊത്തത്തിൽ ഒഴുകി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിസ്സാരം വരാം. ബൈ.
ഇതെടുത്തോ അല്ല ഇതെടുത്തോ ഇതിനാണ് കൂടുതൽ ഏതാ കള്ള ഇതിനാ കൂടുതലാണ്. കുറച്ച് കൊടുത്തേക്കണം. ഇല്ല അവള് ഇതെടുക്കാന്ന് വെച്ചതാ. ഇത് വെച്ച് കഴിച്ചേ, പ്ലേറ്റിൽ വെച്ച് എനിക്ക് വേണ്ട. അങ്ങോട്ട് ആദ്യം വല്ലപ്പോ എന്താ വേണ്ടെന്നല്ല എനിക്ക് കഴിയില്ല ഞങ്ങള്. മറ്റേ ഈ ഇടക്ക് കുമ്മട്ടി കുത്തിയിട്ടിട്ടേ കുറച്ച് നന്നായി സിറപ്പ് വെച്ച് കഴിച്ചോ, അടച്ചു വെച്ചോ. അത് നമ്മള് ഗ്രാൻഡ് ഹൈപ്പറിൽ നിന്ന് മേടിച്ചാ സൂപ്പറായിരുന്നു. മിൽക്ക് സർബത്തൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ, സൂപ്പറാ.